1975 ലോകം ശീതയുദ്ധത്തിന്റെ ഏറ്റവും മൂർധന്യത്തിൽ നിൽക്കുന്ന കാലം. സോവിയറ്റ് യൂണിയൻ അതിന്റെ കരുത്തിന്റെ അത്യുന്നതയിലാണ്. ലിയോണിഡ് ബ്രഷ്നേവ് ക്രെംലിനിൽ അധികാരം കൈയാളുന്ന കാലഘട്ടം. അത് USSRന്റെ സുവർണ കാലഘട്ടമായിരുന്നു. ആഗോള രാഷ്ട്രീയത്തിന്റെ ചതുരംഗപ്പലകയിൽ അമേരിക്കയെയും നാറ്റോ സഖ്യത്തെയും വിറപ്പിച്ചു നിർത്തിയിരുന്ന സോവിയറ്റ് യൂണിയന്റെ ഏറ്റവും വലിയ ആയുധം KGB എന്ന ചാരസംഘടനയാണ്. രാജ്യത്തിനകത്തും പുറത്തും കണ്ണും കാതും തുറന്നു വെച്ചിരുന്ന ആ നിഗൂഢ സംഘടനയിലേക്ക് ഓരോ വർഷവും പുതിയ പോരാളികൾ തിരഞ്ഞെടുക്കപ്പെട്ടു. ഈ സമയത്താണ് ലെനിൻഗ്രാഡ് സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയുടെ നിയമവിഭാഗത്തിൽ നിന്ന് വ്ളാഡിമിർ പുടിൻ എന്ന യുവാവ് ബിരുദം പൂർത്തിയാക്കി പുറത്തിറങ്ങുന്നത്. അവന്റെ ഓരോ ചലനങ്ങളും KGBയുടെ കണ്ണുകൾ നേരത്തെ തന്നെ നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. സോവിയറ്റ് ചാരസംഘടനയായ KGB അവർക്കാവശ്യമുള്ളവരെ അങ്ങോട്ട് ചെന്ന് തെരഞ്ഞെടുക്കുകയാണ് പതിവ്. പുടിനെ തിരഞ്ഞെടുക്കാൻ അവർക്ക് കൃത്യമായ ചില കാരണങ്ങളുണ്ടായിരുന്നു. ഒന്നാമതായി അയാളുടെ നിഗൂഢമായ വ്യക്തിത്വം. പുടിന്റെ മുഖഭാവം എപ്പോഴും നിസ്സംഗമായിരുന്നു. അവനെന്ത് ചിന്തിക്കുന്നുവെന്നോ ഉള്ളിലെ വികാരമെന്താണെന്നോ പുറത്തുള്ളവർക്കൊരിക്കലും മനസ്സിലാക്കാൻ കഴിയില്ല. തന്റെ വ്യക്തിത്വം മറച്ചുവെക്കാൻ അയാൾക്ക് പ്രത്യേക കഴിവുണ്ടായിരുന്നു. സംസാരിക്കുന്നതിനേക്കാൾ കൂടുതൽ കേൾക്കാനും നിരീക്ഷിക്കാനും താൽപ്പര്യപ്പെട്ട വ്യക്തിയായിരുന്നു അദ്ദേഹം. ഒരു മുറിയിൽ 10 പേരുണ്ടെങ്കിൽ അവിടെ ഏറ്റവും കുറച്ച് സംസാരിക്കുന്ന, എന്നാൽ അവിടെ നടക്കുന്ന ഓരോ ചലനങ്ങളും കൃത്യമായി മനസ്സിലാക്കുന്നയാളായിരുന്നു പുടിൻ. സ്വന്തം സുഹൃത്തുക്കളോടോ മാതാപിതാക്കളോടോ പോലും അനാവശ്യമായൊന്നും സംസാരിക്കാത്ത ചെറുപ്പക്കാരൻ. സോവിയറ്റ് യൂണിയൻ എന്ന ബൃഹത് രാഷ്ട്രത്തിന് വേണ്ടത് ഇത്തരത്തിലുള്ള ചാരന്മാരെ തന്നെയാണെന്ന് KGBയിലെ മുതിർന്ന ഉദ്യോഗസ്ഥർ കണക്കുകൂട്ടി. ബിരുദം നേടിയ വ്ളാഡിമിർ പുടിൻ തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നത്തിലേക്ക് നടന്നു കയറുകയാണ്. അദ്ദേഹം ചെന്നു നിന്നത് ലെനിൻഗ്രാഡിലെ ലിറ്റൈനി പ്രോസ്പെക്റ്റിലുള്ള ഭീമാകാരമായ കെട്ടിടത്തിന് മുന്നിലാണ്. ബോൾഷോയ് ഡോം അഥവാ വലിയ വീട്. USSRന്റെ അജയ്യമായ ചാരസംഘടനയായ KGBയുടെ പ്രാദേശിക ആസ്ഥാനം. 16-ാം വയസ്സിൽ ആ കെട്ടിടത്തിന് മുന്നിൽ വന്ന് എനിക്കൊരു ചാരനാകണം എന്ന് വിളിച്ചു പറഞ്ഞ ആ ബാലൻ ഇന്ന് ആ സ്വപ്നത്തിലേക്ക് ചുവട് വെച്ചിരിക്കുന്നു. അങ്ങനെ 23-ാം വയസ്സിൽ പുടിൻ KGBയിൽ ചേർന്നു. ആ ചെറുപ്പക്കാരനെ പ്രൊഫഷണൽ ചാരനായി വാർത്തെടുത്തത് ലെനിൻഗ്രാഡിൽ തന്നെ അതീവ രഹസ്യമായി പ്രവർത്തിച്ചിരുന്ന 401-ാം നമ്പർ സ്കൂളായിരുന്നു. പുറമേ നിന്ന് നോക്കിയാൽ ഇതൊരു സാധാരണ വിദ്യാലയമാണെന്ന് തോന്നും. ആ മതിലുകൾക്കുള്ളിൽ നടന്നിരുന്നത് ലോകം ഭയക്കുന്ന സോവിയറ്റ് ചാരന്മാരുടെ രൂപീകരണമായിരുന്നു. ഇവിടെ വ്ളാഡിമിർ പുടിൻ എന്ന വ്യക്തിയുടെ സ്വത്വം മായ്ക്കപ്പെട്ടു. ചാരപ്രവർത്തനത്തിന്റെ ബാലപാഠങ്ങൾ അവിടെ അദ്ദേഹം പഠിച്ചു. ശത്രുക്കളെ തിരിച്ചറിയുക, രഹസ്യ കോഡുകൾ ഉപയോഗിക്കുക, ആധുനിക ആയുധങ്ങളിൽ പ്രാവീണ്യം നേടുക, എല്ലാത്തിലുമുപരി തന്റെ വികാരങ്ങൾ പുറത്ത് കാണിക്കാതിരിക്കുക. മറ്റുള്ളവർ ശ്രദ്ധിക്കാത്ത ഒരു സാധാരണക്കാരനായി എങ്ങനെ മാറാമെന്നതായിരുന്നു അവിടെ നൽകിയ പ്രധാന പാഠം. ഓരോ ചാരനും ഒരു വ്യാജ ജീവിത കഥ ഉണ്ടായിരിക്കണം. മറ്റൊരു പേരിൽ, മറ്റൊരു പശ്ചാത്തലത്തിൽ തികച്ചും അപരിചിതനായ ഒരാളായി എങ്ങനെ ജീവിക്കാമെന്ന് പുടിൻ ഇവിടെ നിന്ന് പഠിച്ചു. ആയോധന കലയായ ജൂഡോയിൽ പുടിനുണ്ടായിരുന്ന പ്രാവീണ്യം അദ്ദേഹത്തിന് ശാരീരികമായ മുൻതൂക്കം നൽകിയെങ്കിലും 401-ാം നമ്പർ സ്കൂൾ അദ്ദേഹത്തിന് നൽകിയത് മനഃശാസ്ത്രപരമായ കരുത്തായിരുന്നു.
ശത്രുക്കളുടെ മനസ്സു വായിക്കാനും സമ്മർദ്ദഘട്ടങ്ങളിൽ പതറാതെ തീരുമാനങ്ങളെടുക്കാനും അദ്ദേഹത്തിന് പരിശീലനം ലഭിച്ചു. KGBയുടെ നിഗൂഢമായ ലോകത്ത് പ്ലാറ്റോവ് എന്ന രഹസ്യനാമത്തിൽ അറിയപ്പെട്ടിരുന്ന വ്ളാഡിമിർ പുടിൻ തന്റെ ഔദ്യോഗിക ജീവിതത്തിന് പുറത്ത് തികച്ചും വ്യത്യസ്തമായ മറ്റൊരു ജീവിതമാണ് നയിച്ചിരുന്നത്. ലോകത്തെ വിറപ്പിക്കുന്ന ചാരസംഘടനയുടെ ഉദ്യോഗസ്ഥനായി മാറിയിട്ടും പുടിന്റെ ജീവിത സാഹചര്യങ്ങളിൽ വലിയ മാറ്റങ്ങളൊന്നും സംഭവിച്ചിരുന്നില്ല. ഒരു വശത്ത് അതീവ രഹസ്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഏജന്റ്, മറുവശത്ത് തന്റെ വൃദ്ധരായ മാതാപിതാക്കളുടെ ഏക മകൻ. ആ ഇരട്ട ജീവിതം അങ്ങേയറ്റം ലളിതവും എന്നാൽ അച്ചടക്കമുള്ളതുമായിരുന്നു. പട്ടിണിയുടെയും മരണത്തിന്റെയും കയ്യിൽ നിന്ന് തങ്ങൾ അത്ഭുതകരമായി രക്ഷിച്ചെടുത്ത മകൻ ഒരു ഗവൺമെന്റ് ഓഫീസറാണെന്നത് സ്പിരിഡോനോവിച്ചിനും മരിയയ്ക്കും വലിയ അഭിമാനമായി. എങ്കിലും പുടിൻ തന്റെ ജോലിയെക്കുറിച്ച് വീട്ടിൽ ഒരിക്കലും സംസാരിച്ചിരുന്നില്ല. മരിയയുടെയും സ്പിരിഡോനോവിച്ചിന്റെയും ലോകം തങ്ങളുടെ ഏകമകനായ വ്ളാഡിമറിലായിരുന്നു. അവർക്കയാൾ എന്നും ഒരു കൊച്ചുകുട്ടിയായിരുന്നു. ചാരപ്രവർത്തനത്തിനു പുറമെ പുടിന് ജീവിതത്തിൽ 2 കാര്യങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ: ജൂഡോയും വായനയും. പുകവലിക്കാനോ അമിതമായി മദ്യപിക്കാനോ ഇഷ്ടപ്പെട്ടില്ല. ലെനിൻഗ്രാഡിലെ ജൂഡോ ക്ലബ്ബുകളിൽ അദ്ദേഹം സ്ഥിരമായി പരിശീലനത്തിന് പോകുമായിരുന്നു. അവിടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നുവെങ്കിലും അവരോടൊന്നും താൻ ഒരു KGB ഏജന്റാണെന്ന കാര്യം പുടിൻ വെളിപ്പെടുത്തിയില്ല. 1976-ൽ പുടിന്റെ കായിക ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അദ്ദേഹത്തെ തേടിയെത്തി. സോവിയറ്റ് യൂണിയന്റെ സാംസ്കാരിക തലസ്ഥാനമായ ലെനിൻഗ്രാഡിലെ ജൂഡോ ചാമ്പ്യനായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെട്ടു. തന്നെക്കാൾ കരുത്തരായ എതിരാളികളെ തന്ത്രങ്ങൾ കൊണ്ടാണ് പുടിൻ നിഷ്പ്രഭരാക്കിയത്. എതിരാളികളുടെ ബലഹീനതകളെ തന്ത്രപരമായ നീക്കങ്ങളിലൂടെ കരുത്താക്കി മാറ്റാൻ പുടിന് കഴിഞ്ഞു. കൂടെ മത്സരിക്കുന്നവർക്കോ സഹതാരങ്ങൾക്കോ അദ്ദേഹം ഒരു KGB ഓഫീസറാണെന്നറിയുമായിരുന്നില്ല. എല്ലാവരുടെയും കണ്ണിൽ അദ്ദേഹം ലെനിൻഗ്രാഡ് ജൂഡോ ക്ലബിലെ മിടുക്കനായ ഒരു താരം മാത്രമായിരുന്നു. തോൽവിയിൽ തളരാതിരിക്കാനും വിജയത്തിൽ അമിതമായി ആഹ്ലാദിക്കാതിരിക്കാനുമുള്ള ആത്മസംയമനം അദ്ദേഹം പഠിച്ചത് ആ ഗോതയിൽ നിന്നാണ്. ആദ്യഘട്ടത്തിൽ പുടിന്റെ ജോലി അങ്ങേയറ്റം വിരസമായിരുന്നു. വിദേശങ്ങളിൽ നിന്നെത്തുന്ന നയതന്ത്രജ്ഞരെയും വിനോദസഞ്ചാരികളെയും നിരീക്ഷിക്കുക, അവരുടെ നീക്കങ്ങൾ നിഴൽ പോലെ പിന്തുടരുക, അവർ ആർക്കൊക്കെ രഹസ്യങ്ങൾ കൈമാറുന്നു എന്ന് കണ്ടെത്തുക. ദിവസങ്ങളോളം ഒരു കാറിനുള്ളിലോ അല്ലെങ്കിൽ തിരക്കുള്ള തെരുവിലോ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ തുടരാൻ പുടിൻ പഠിച്ചു. ഈ സമയത്താണ് അദ്ദേഹം ജർമ്മൻ ഭാഷയിൽ കൂടുതൽ പ്രാവീണ്യം നേടാൻ തുടങ്ങിയത്. വിദേശികളെ നിരീക്ഷിക്കുമ്പോൾ അവരുടെ സംഭാഷണങ്ങൾ മനസ്സിലാക്കാൻ ആ ഭാഷാ പഠനം അത്യാവശ്യമായിരുന്നു. 1970കളുടെ അവസാന കാലത്ത് സോവിയറ്റ് യൂണിയന്റെ രഹസ്യ ഇടനാഴികളിൽ വ്ളാഡിമിർ പുടിൻ എന്ന പേര് ചർച്ചയാകാൻ തുടങ്ങി. 3 വർഷത്തെ കഠിനമായ പരിശീലനവും തുടക്കത്തിലെ വിരസമായ ജോലികളും കഴിഞ്ഞപ്പോൾ പുടിനിലെ പ്രതിഭയെ KGB തിരിച്ചറിഞ്ഞു കഴിഞ്ഞിരുന്നു. 1978-ൽ ലെനിൻഗ്രാഡിലെ ഇന്റലിജൻസ് യൂണിറ്റിന്റെ ഒരു നിർണായക വിഭാഗത്തിലേക്ക് അദ്ദേഹം നിയോഗിക്കപ്പെട്ടു. താൻ ശേഖരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ശത്രുക്കളുടെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് മുൻകൂട്ടി കാണാൻ പുടിന് പ്രത്യേക കഴിവുണ്ട്. ഒരിക്കലും അംഗീകാരങ്ങൾക്കു വേണ്ടി കാത്തുനിൽക്കാതെ ഏൽപ്പിച്ച ജോലി 100% കൃത്യതയോടെ പൂർത്തിയാക്കുന്ന ശൈലി അദ്ദേഹത്തിന്റെ ഉയർച്ചയ്ക്ക് കാരണമായി. ജിബൂട്ടി, ഫിജി, ലെബനോൻ, എത്യോപ്യ, അർമേനിയ. സഞ്ചാരം വോളിയം നമ്പർ 17.
ഫുൾ HD-യിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. 1978 പുടിൻ KGB-യുടെ ഫസ്റ്റ് ചീഫ് ഡയറക്ടറേറ്റിന് കീഴിൽ പരിശീലനം ആരംഭിച്ചു. വിദേശ ചാരപ്രവർത്തനത്തിന് ചുമതലയുള്ള വിഭാഗമായിരുന്നു അത്. ലെനിൻഗ്രാഡ് ഒരു തുറമുഖ നഗരവും വിദേശികളുടെ കേന്ദ്രവുമായതുകൊണ്ട് അവിടെ വെച്ച് പുടിൻ തന്റെ കഴിവുകൾ പരീക്ഷിച്ചുറപ്പിച്ചു. വിദേശ ഏജന്റുമാരെ കണ്ടെത്തുന്നതിനേക്കാൾ അവരെക്കൊണ്ട് സോവിയറ്റ് യൂണിയൻ അനുകൂലമായി പ്രവർത്തിപ്പിക്കുന്ന തന്ത്രപരമായ നീക്കങ്ങളിലാണ് അദ്ദേഹം ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ഈ സമയത്താണ് അദ്ദേഹത്തിന് സെക്കൻഡ് ലഫ്റ്റനന്റ് എന്ന പദവി ലഭിക്കുന്നത്. പിന്നീടങ്ങോട്ട് പുടിന്റെ പ്രൊഫഷണൽ കരിയറിൽ വച്ചടി കയറ്റമായിരുന്നു. 1979 പുടിന്റെ കരിയറിലെ ഏറ്റവും വലിയ ഓഫറെത്തി. സോവിയറ്റ് ചാരലോകത്തെ പരമാധികാരിയായിരുന്ന യൂറി ആൻഡ്രോപ്പോവിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പ്രവർത്തിക്കുന്ന ലോകത്തിൽ തന്നെ ഏറ്റവും നിഗൂഢമായ പരിശീലന കേന്ദ്രത്തിലേക്ക് പുടിൻ തെരഞ്ഞെടുക്കപ്പെട്ടു. മോസ്കോയിലെ ആൻഡ്രോപ്പോവ് റെഡ് ബാനർ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക്. വിദേശങ്ങളിൽ പോയി അതിസാഹസികമായ ദൗത്യങ്ങൾ നടപ്പിലാക്കേണ്ട ഏറ്റവും മികച്ച ചാരന്മാരെ വാർത്തെടുക്കുന്ന ഇടമായിരുന്നു അത്. ആയിരക്കണക്കിന് KGB ഓഫീസർമാരിൽ നിന്ന് ഏറ്റവും ബുദ്ധിശാലികളായ ചുരുക്കം ചിലരെ മാത്രമേ ഇവിടേക്ക് തിരഞ്ഞെടുക്കാറുള്ളൂ. പുടിന്റെ കഠിനാധ്വാനവും ജർമ്മൻ ഭാഷയിലുള്ള പ്രാവീണ്യവും ജൂഡോയിലൂടെ നേടിയ അസാമാന്യമായ ആത്മനിയന്ത്രണവുമാണ് അദ്ദേഹത്തെ ഈ പട്ടികയിൽ എത്തിച്ചത്. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മതിലുകൾക്കുള്ളിൽ പ്രവേശിക്കുന്നതോടെ വ്ളാഡിമിർ പുടിൻ എന്ന പേര് ചരിത്രത്തിൽ നിന്ന് മായ്ക്കപ്പെട്ടു. സഹപാഠികൾക്കോ അധ്യാപകർക്കോ പോലും അദ്ദേഹത്തിന്റെ യഥാർത്ഥ പേരറിയില്ലായിരുന്നു. അവിടെയും അദ്ദേഹം പ്ലാറ്റോവ് എന്ന രഹസ്യനാമത്തിലാണ് അറിയപ്പെട്ടത്. വിദേശ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സാഹചര്യങ്ങൾ വിശകലനം ചെയ്യുന്നതിലും ഉന്നത ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ച് വിവരങ്ങൾ ചോർത്തുന്നതിലും പിടിക്കപ്പെടാതെ സന്ദേശങ്ങൾ കൈമാറുന്നതിലും അദ്ദേഹം വിദഗ്ധനായി. മോസ്കോയിലെ ഈ പരിശീലനകാലം അദ്ദേഹത്തിന്റെ ജർമ്മൻ ഭാഷയിലുള്ള നൈപുണ്യം വർദ്ധിപ്പിച്ചു. ജർമ്മനിയുടെ ചരിത്രം, സംസ്കാരം, പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ചാരതന്ത്രങ്ങൾ എന്നിവയിൽ അദ്ദേഹം വൈദഗ്ധ്യം നേടി. കിഴക്കൻ ജർമ്മനിയിലെ ഡ്രസ്ഡനിലേക്ക് പിൽക്കാലത്ത് അദ്ദേഹത്തെ നിയോഗിക്കാനുള്ള കാരണം 1979 ഈ പരിശീലനമായിരുന്നു. ഒരു തനി ജർമ്മൻകാരനെ പോലെ ജർമ്മൻ ഭാഷ സംസാരിക്കാൻ അദ്ദേഹം പഠിച്ചു. ഔദ്യോഗിക ജീവിതം അങ്ങേയറ്റം രഹസ്യമായും ഗൗരവത്തോടെയും കൈകാര്യം ചെയ്യുമ്പോഴും പുടിന്റെ വ്യക്തിജീവിതത്തിൽ 1980 ഒരു സുപ്രധാന വർഷമായി. മോസ്കോയിലെ പരിശീലനത്തിനിടയിൽ ഒരു വൈകുന്നേരം ലെനിൻഗ്രാഡിലെ തിയേറ്ററിൽ വെച്ചാണ് അദ്ദേഹം ല്യൂഡ്മില ഷെക്രബ്നേവയെ പരിചയപ്പെടുന്നത്. റഷ്യൻ വിമാന കമ്പനിയായ എയ്റോഫ്ലോട്ടിലെ എയർ ഹോസ്റ്റസായിരുന്ന ല്യൂഡ്മിലയെ കണ്ടപ്പോൾ ആ ഉരുക്ക് മനുഷ്യന്റെ മനസ്സിൽ ആദ്യമായി പ്രണയം നാമ്പിട്ടു. എന്നാൽ അവിടെയും പുടിൻ തന്റെ ചാരമനസ്സ് കൈവിട്ടില്ല. താനൊരു KGB ഓഫീസറാണെന്ന കാര്യം അദ്ദേഹം അവളിൽ നിന്നും മറച്ചുവെച്ചു. പോലീസിലെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ വിഭാഗത്തിലാണ് ജോലിയെന്ന് കള്ളം പറഞ്ഞാണ് അവളുമായി അടുപ്പത്തിലായത്. തന്റെ സ്വകാര്യ ജീവിതത്തിലേക്കുള്ള ഓരോ പ്രവേശനവും അത്രമേൽ ജാഗ്രതയോടെയാണ് അദ്ദേഹം കൈകാര്യം ചെയ്തത്. സൗഹൃദമായി തുടങ്ങിയ ബന്ധം താമസിയാതെ പ്രണയത്തിലേക്ക് വഴിമാറി. പുടിന്റെ പ്രണയം പോലും അച്ചടക്കം നിറഞ്ഞതായിരുന്നു. ല്യൂഡ്മിലയുമായി കൂടിക്കാഴ്ച നിശ്ചയിച്ചാൽ അദ്ദേഹം കൃത്യസമയത്ത് അവിടെ എത്തും. അവൾ അല്പം വൈകിയാൽ പുടിൻ 15 മിനിറ്റിൽ കൂടുതൽ കാത്തു നിൽക്കില്ല.
ആ നിശ്ചിത സമയം കഴിഞ്ഞാൽ ഒരു വാക്കുപോലും പറയാതെ അദ്ദേഹം അവിടെ നിന്ന് മടങ്ങും. തന്റെ തത്വങ്ങൾക്കും സമയനിഷ്ഠയ്ക്കും പ്രണയത്തെക്കാൾ അദ്ദേഹം വില കൽപ്പിച്ചു. തന്റെ ഔദ്യോഗിക പദവി പുറത്തായേക്കാവുന്ന ഒരു സാഹചര്യവും സൃഷ്ടിച്ചില്ല. സ്വന്തം വീട്ടുകാരോട് കാണിച്ച അതേ നിഗൂഢ സ്വഭാവം കാമുകിയോടും പുലർത്തി. 1983 ജൂലൈയിൽ ലെനിൻഗ്രാഡിലെ നേവ നദിയിലെ ഒരു ബോട്ടിൽ വെച്ചായിരുന്നു അവരുടെ വിവാഹം. അതോടെ പുട്ടിന്റെ ജീവിതത്തിലെ ബാച്ചിലർ നാളുകൾക്ക് വിരാമമായി. വിവാഹശേഷവും തന്റെ ഔദ്യോഗിക പദവിയെക്കുറിച്ചുള്ള സത്യങ്ങൾ അദ്ദേഹം പൂർണ്ണമായും വെളിപ്പെടുത്തിയിരുന്നില്ല. ഒരു വശത്ത് ദാമ്പത്യത്തിന്റെ പുതുമയും മറുഭാഗത്ത് രാജ്യത്തിന്റെ അതീവ രഹസ്യങ്ങളും. ഇവ രണ്ടിനുമിടയിൽ പുട്ടിൻ തന്റെ അദൃശ്യമായ കരിയർ കൂടുതൽ കരുത്തോടെ കെട്ടിപ്പടുത്തു. ലെനിൻഗ്രാഡിലെ ആ പഴയ കമ്മ്യൂണൽ അപ്പാർട്ട്മെന്റിൽ നിന്ന് ല്യൂഡ്മിലയോടൊപ്പം അദ്ദേഹം പുതിയ ജീവിതത്തിലേക്ക് ചുവടുവെച്ചു. വിവാഹത്തിന് പിന്നാലെ പുട്ടിന്റെ ഔദ്യോഗിക ജീവിതത്തിൽ വലിയ കുതിച്ചുചാട്ടമാണുണ്ടായത്. മേജർ പദവിയിലേക്ക് അദ്ദേഹം ഉയർത്തപ്പെട്ടു. കഠിനമായ പരിശീലനം പൂർത്തിയാക്കിയതോടെ സോവിയറ്റ് യൂണിയന്റെ വിദേശ രഹസ്യാന്വേഷണ വിഭാഗത്തിലെ ഏറ്റവും വിശ്വസ്തനായ കണ്ണിയെന്ന നിലയിലേക്ക് പുട്ടിൻ വളർന്നു. തന്റെ ഔദ്യോഗിക പദവി ഉയരുമ്പോഴും പഴയ കമ്മ്യൂണൽ അപ്പാർട്ട്മെന്റിലെ ആ ചെറിയ മുറിയിൽ ല്യൂഡ്മിലയോടൊപ്പം തികച്ചും സാധാരണക്കാരനായി അദ്ദേഹം ജീവിച്ചു. ചാരലോകത്തെ പരുക്കൻ യാഥാർത്ഥ്യങ്ങളും കുടുംബജീവിതത്തിലെ സ്നേഹവും ഒരുപോലെ കൊണ്ടുപോകാനുള്ള കഴിവ് പുട്ടിനെ കൂടുതൽ കരുത്തനാക്കി. 1985 അദ്ദേഹത്തിനും ല്യൂഡ്മിലയ്ക്കും ആദ്യത്തെ കൺമണി ജനിച്ചു, മരിയ. ഒരു പിതാവായ സന്തോഷത്തിനിടയിലാണ് KGB ആസ്ഥാനത്ത് നിന്ന് പുട്ടിനെ തേടി ആ സുപ്രധാനമായ ഉത്തരവെത്തുന്നത്. അദ്ദേഹത്തിന്റെ ജർമ്മൻ ഭാഷയിലുള്ള പ്രാവീണ്യവും കണിശമായ പ്രവർത്തന ശൈലിയും കണക്കിലെടുത്ത് ശീതയുദ്ധത്തിന്റെ ഏറ്റവും ചൂടേറിയ കേന്ദ്രമായ കിഴക്കൻ ജർമ്മനിയിലേക്ക് പുട്ടിനെ നിയോഗിക്കാൻ ഭരണകൂടം തീരുമാനിച്ചു. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ രഹസ്യങ്ങൾ ചോർത്താൻ നിയോഗിക്കപ്പെട്ട അദൃശ്യ പോരാളിയായി പുട്ടിൻ തന്റെ വലിയ ദൗത്യത്തിലേക്ക് ചുവടുവച്ചു. ഭാര്യയോടും 1.5 മാസം മാത്രം പ്രായമുള്ള മകളോടുമൊപ്പം പുട്ടിൻ ജർമ്മനിയിലെ ഡ്രസ്ഡനിലേക്ക് വിമാനം കയറി. അവിടെ ഏഞ്ചലിക്ക സ്ട്രീറ്റിലുള്ള KGB ഓഫീസിനടുത്തുള്ള ഒരു ചെറിയ ഫ്ളാറ്റിലായിരുന്നു അവരുടെ താമസം. പുറമേ ഒരു സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥനായി നടക്കുമ്പോഴും പടിഞ്ഞാറൻ ജർമ്മനിയിലെയും അമേരിക്കയിലെയും രഹസ്യങ്ങൾ ചോർത്തുന്ന ഏജന്റുമാരെ ഏകോപിപ്പിക്കുക എന്നതായിരുന്നു പുട്ടിന്റെ ചുമതല. ഡ്രസ്ഡനിലെ മഞ്ഞുവീണ രാവുകളിൽ വ്ളാഡിമിർ പുട്ടിൻ എന്ന ചാരൻ ലോകത്തെ തന്നെ നിരീക്ഷിച്ചു തുടങ്ങുകയായിരുന്നു. ലോകരാഷ്ട്രീയത്തിന്റെ ഗതിവിഗതികൾ അയാളുടെ ജീവിതത്തെ ബാധിച്ചു തുടങ്ങി. മുന്നോട്ടുള്ള ദിവസങ്ങളിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നത് അനിതര സാധാരണമായ കാര്യങ്ങളായിരുന്നു.